തൃശൂർ പുല്ലഴി കോൾ മേഖലയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഒന്നാംഘട്ട നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. പ്രാദേശിക ടൂറിസം മേഖലയുടെ വികസനത്തിന് കുതിപ്പേകുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പ്രകൃതി രമണീയമായ പുല്ലഴി കോൾ മേഖലയുടെ അനന്തമായ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് തൃശൂർ കോർപ്പറേഷൻ പുല്ലഴി ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥന്റെ ശ്രമഫലമായി ഇക്കോ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യത്തോടടുക്കുന്നത്. പുഴയ്ക്കൽ ഏനാമാവ് KLDC കനാലിലെ പുല്ലഴി ചെറിയ പാലത്തിന് സമീപമുള്ള കനാൽ പ്രദേശം പ്രയോജനപ്പെടുത്തിയാണ് ഇക്കോ ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായി വരുന്നത്. ഏകദേശം 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട പ്രവൃത്തികൾ നടത്തിവരുന്നത്. 8 ലക്ഷം രൂപ ചെലവഴിച്ച് ജലസവാരിക്ക് 4 സീറ്റ് വീതമുള്ള 4 പെഡൽ ബോട്ട്, 2 സീറ്റ് വീതമുള്ള 4 പെഡൽ ബോട്ട്, 2 കയാക്കിംഗ് വഞ്ചി, 2 കുട്ടവഞ്ചി എന്നിവ ഉൾപ്പെടെയുള്ള വിനോദ സംവിധാനങ്ങളാണ് പുല്ലഴിയിൽ ഒരുങ്ങുന്നത്. ബോട്ടുകൾ വാങ്ങുന്നതിനുള്ള ഇതിന്റെ ടെൻഡർ നടപടികൾ ആയിക്കഴിഞ്ഞു. ചെറിയ പാലത്തിൽ ഉൾപ്പെടെ അലങ്കാര ലൈറ്റുകളും ഡോം ലൈറ്റുകളും സ്ഥാപിച്ച് പ്രദേശം മനോഹരമാക്കും. തൃശൂർ കോർപ്പറേഷന്റെ വഞ്ചിക്കുളം കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രൊജക്ടാണ് പുല്ലഴി ഇക്കോ ടൂറിസം പദ്ധതിയെന്ന് പുല്ലഴി ഡിവിഷൻ കൌൺസിലർ കെ രാമനാഥൻ പറഞ്ഞു. 2024-25 വർഷത്തെ പ്രൊജക്റ്റിലാണ് 50 ലക്ഷം രൂപ പുല്ലഴിയിൽ ഒരു ഇക്കോ ടൂറിസം പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. അതിന്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു. അതിന്റെ ഒന്നാം ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സിവിൽ വർക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുല്ലഴി എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ്. ഇപ്പോൾ തന്നെ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒട്ടനവധി ആളുകൾ വന്ന് പാടത്തെ ഈ തണൽ കൊള്ളാനും മറ്റേ പ്രകൃതി ആസ്വദിക്കാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും വേണ്ടി ആളുകളോട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ഒരു ഇക്കോ ടൂറിസത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഒരു തോന്നലാണ് എന്നെ ഈ പ്രൊജക്റ്റിലേക്ക് എത്തിച്ചത്. KLDCയുമായി സഹകരിച്ചാണ് ബോട്ട് സവാരി നടത്തുന്നത്. ജലസവാരിക്ക് അനുമതി ലഭിച്ചാലുടൻ ടൂറിസം വകുപ്പിന്റെ ലൈസൻസിനായി അപേക്ഷിക്കും. അതുകൂടി ലഭിക്കുന്ന മുറയ്ക്ക് പുല്ലഴിയിൽ ജലസവാരി ആരംഭിക്കും. സുരക്ഷയ്ക്കായി CCTV ക്യാമറകൾ സ്ഥാപിക്കുകയും ഇക്കോ ടൂറിസത്തിന്റെ നടത്തിപ്പ് കരാറുകാരെ ഏൽപ്പിക്കുകയും ചെയ്യും. പുല്ലഴിക്ക് പുറമെ പഞ്ചിക്കൽ, എൽത്തുരുത്ത്, ചേറ്റുപുഴ, നെടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലും ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന അതാത് പ്രദേശത്തെ കൌൺസിലർമാർ രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രാദേശിക ടൂറിസം മേഖലയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, തൃശൂർ.